ആത്മനിയന്ത്രണം എന്നത് നമ്മുടെ വികാരങ്ങളും ആഗ്രഹങ്ങളും ദൈവവചനത്തിന്റെ പ്രകാരം നിയന്ത്രിക്കുന്ന ശേഷിയാണ്. ഗലാത്യർ 5:22-23 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: ആത്മാവിന്റെ ഫലം സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, നന്മ, വിശ്വാസം, സൗമ്യത, ആത്മനിയന്ത്രണം ആകുന്നു. ഇവിടെ ആത്മാവിന്റെ ഫലങ്ങളിലൊന്നായി ആത്മനിയന്ത്രണം പരാമർശിക്കുന്നു. അതായത് പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ക്രോധം, ലോഭം, അസൂയ, അനീതിയായ ആഗ്രഹങ്ങൾ എന്നിവയെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയും. മനുഷ്യന്റെ ഏറ്റവും വലിയ ജയം എന്നത് മറ്റുള്ളവരെ ജയിക്കുന്നതല്ല, സ്വയം ജയിക്കുന്നതാണ്. കോപം വരുന്നത് സ്വാഭാവികമാണ്, ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നതും സ്വാഭാവികമാണ്. എന്നാൽ അവയെ നിയന്ത്രിക്കുന്നത് ആത്മീയ വളർച്ചയുടെ അടയാളമാണ്. ആത്മനിയന്ത്രണം നമുക്ക് ഒറ്റയ്ക്ക് നേടേണ്ടതല്ല, ദൈവത്തിന്റെ സഹായത്തോടെ വളർത്തേണ്ട ഗുണമാണ്. അതുകൊണ്ട് പ്രാർത്ഥന, വചനധ്യാനം, പരിശുദ്ധാത്മാവിന്റെ വഴികാട്ടൽ എന്നിവയിലൂടെ ആത്മനിയന്ത്രണം വളർത്തുമ്പോൾ നമ്മുടെ ജീവിതം ദൈവഹിതപ്രകാരം ശുദ്ധവും ശക്തവുമാകും. അതിനായി ഈ നോമ്പുകാലം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.